അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. ചേലക്കര താലൂക്ക് ആശുപത്രി ഇനി ആധുനിക നിലവാരത്തിലേക്ക്. ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച OP ബ്ലോക്കും സൗരോർജ്ജ പദ്ധതിയും നാളെ തുറക്കും. MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ ആശുപത്രിയുടെ OP ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട MP ശ്രീ K രാധാകൃഷ്ണൻ ആണ് നമ്മുടെ OP ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ഉദ്ഘാടന പരിപാടിയിൽ ചേലക്കരയുടെ പ്രിയപ്പെട്ട MLA ശ്രീ UR പ്രദീപ് അധ്യക്ഷത വഹിക്കും. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലെ ജനപ്രതിനിധികളെല്ലാം ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ഏറെ നാളായി നമ്മുടെ ഔട്ട് പേഷ്യൻ്റ് വിഭാഗം പ്രവർത്തിച്ചിരുന്നത് പ്രത്യേകിച്ച് റൂമുകളില്ലാത്ത ചില സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ്. പലപ്പോഴും അതിൻ്റെ അസൗകര്യം നാം ചർച്ച ചെയ്തതാണ്. മാതൃഭൂമിയൊക്കെ ആ വാർത്ത നൽകിയിരുന്നു. അപ്പം അതിനൊരു പരിഹാരം എന്ന നിലയിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ നമുക്കത് പൂർണ്ണതയിൽ എത്തി നിൽക്കുകയാണ്. 87 ലക്ഷം രൂപ വകയിരുത്തിയാണ് NHM ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ OP ബ്ലോക്ക് നവീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിനകത്ത് ഡോക്ടർമാരുടെ സേവനവും കുത്തിവയ്പ്പിന് ആവശ്യമായിട്ടുള്ള റൂമും അനുബന്ധ സൗകര്യങ്ങളും ഫാർമസിയും നമ്മുടെ പുതിയ OP ബ്ലോക്കിനകത്ത് സജ്ജമാണ്. ആ OP ബ്ലോക്ക് നാളെ തുറന്നു കൊടുക്കുന്നതോടെ നിലവിൽ പുറത്തുനിന്ന് വരുന്ന രോഗികൾക്കുണ്ടായിരുന്നിട്ടുള്ള അസൗകര്യങ്ങൾ പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. കെട്ടിടത്തിൻ്റെ പുറത്ത് ചില അസൗകര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കാരണം പുറത്ത് ആളുകൾ നിൽക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസം അത് മനസ്സിലാക്കി OP ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രത്യേക ഫണ്ട് വകയിരുത്തി അതിൻ്റെ പുറത്ത് ഷീറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സൗകര്യവും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ OP ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ പഴയന്നൂർ ബ്ലോക്കിൻ്റെ 25 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ടുള്ള നമ്മുടെ സോളാർ സംവിധാനവും പ്രവർത്തനം ആരംഭിക്കും. 50 കിലോവാട്ട് നമുക്ക് വൈദ്യുതി പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ കഴിയുന്ന വിധം, അതല്ലെങ്കിൽ ഒരു ആശുപത്രി എന്ന നിലയ്ക്ക് ഫലപ്രദമായി നമ്മുടെ ഊർജത്തെ ഉപയോഗിക്കാവുന്ന നിലയിലേക്ക് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയ ഫണ്ട് ഉപയോഗപ്പെടുത്തി അങ്ങനെ ഒരു സോളാർ സംവിധാനവും നാളെ പ്രവർത്തനം ആരംഭിക്കും. നാളുകളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് ചേലക്കര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ആധുനിക നിലവാരത്തിലേക്ക് ഉയരുന്നു. അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച OP ബ്ലോക്കും സൗരോർജ്ജ പദ്ധതിയും നാളെ ജനങ്ങൾക്കായി തുറന്നു നൽകും. ദേശീയ ആരോഗ്യ ദൗത്യം വഴി 84 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെയും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 25 ലക്ഷം രൂപ വിനിയോഗിച്ച് സ്ഥാപിച്ച സൗരോർജ്ജ പദ്ധതിയുടെയും ഉദ്ഘാടനം K രാധാകൃഷ്ണൻ MP നിർവഹിക്കും. യുവ പ്രദീപ് MLA ചടങ്ങിൽ അധ്യക്ഷനാകും. ദിവസേന 500 മുതൽ 600 വരെ രോഗികളെത്തിയിരുന്ന ആശുപത്രിയിൽ മുമ്പ് ഒരു വലിയ ഹാളിൽ ഡോക്ടർമാർ അടുത്തടുത്ത് പരിശോധന നടത്തുകയും രോഗികൾ തിങ്ങി നിറയുകയും ചെയ്തിരുന്നത് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാക്കിയിരുന്നു.
പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, സ്ഥിരം സമിതി അധ്യക്ഷൻ KP ശ്രീജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആശുപത്രി വികസനം അതിവേഗം പൂർത്തിയാക്കുകയായിരുന്നു. പുതിയതായി നിർമ്മിച്ച 2 നിലകളിലായുള്ള OP ബ്ലോക്ക് ആശുപത്രിയുടെ മുഖച്ഛായ തന്നെ മാറ്റും. ഈ പുതിയ സംവിധാനം ഓരോ രോഗിക്കും സ്വകാര്യതയോടെ ഡോക്ടറുമായി സംസാരിക്കാനും ചികിത്സ തേടാനും അവസരം നൽകുന്നു. ഇവിടെ സ്ത്രീരോഗ വിഭാഗം, ENT, എല്ലുരോഗം, കുട്ടികളുടെ വിഭാഗം ഉൾപ്പെടെ 10ലധികം പ്രത്യേക പരിശോധനാ മുറികളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ഇതിനു പുറമെ രോഗികൾക്ക് ആശ്വാസമേകി ഫാർമസി, കുത്തിവയ്പ് കേന്ദ്രം, ഫീഡിംഗ് റൂം തുടങ്ങിയ അത്യാവശ്യ സൗകര്യങ്ങളും പുതിയ ബ്ലോക്കിലുണ്ടാകും. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശ്രീജയൻ, കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. കാലത്ത് 11 മണിക്കാണ് നമ്മുടെ ഉദ്ഘാടനം നടക്കുന്നത്. നമ്മുടെ ഇവിടെ മുൻപിൽ തന്നെ സജ്ജമാക്കിയിട്ടുള്ള വേദിയിൽ വെച്ചാണ് നമ്മൾ ഉദ്ഘാടനം നടത്തുന്നത്. നമ്മുടെ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ കുറഞ്ഞ കാലങ്ങൾക്കുള്ളിൽ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ നമ്മുടെ ആശുപത്രിയിൽ ജനങ്ങൾക്ക് വേണ്ടി നൽകുവാൻ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ എക്സ്റേ ഡിജിറ്റൽ വൽക്കരിച്ച ഒരു കാര്യം നമുക്ക് കൊടുക്കുവാൻ കഴിഞ്ഞു. അതിൻ്റെ പുറകെ നമുക്ക് മാമോഗ്രാഫി നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമീപ പഞ്ചായത്തുകളിലോ ഇതിനേക്കാളും വലിയ സമീപത്തുള്ള ആശുപത്രികളിലോ ഒന്നും ഇല്ലാത്തൊരു സൗകര്യമാണ് സ്തനാർബുദം എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയാവുന്ന ഈ മാമോഗ്രാഫി സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് അത് വളരെയധികം പ്രയോജനകരമാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞ് നാളെ 30-ാം തീയതി നമ്മുടെ ഉദ്ഘാടനം, അതിനുശേഷം 31-ാം തീയതി പഴയന്നൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് വിപുലമായിട്ടുള്ള രീതിയിലൊരു ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലുള്ള നമ്മൾ കണ്ടുപിടിക്കുന്ന സ്തനാർബുദം സംശയിക്കുന്ന രോഗികളുടെ അർബുദ രോഗ നിർണയമൊക്കെ നമുക്ക് ഈ ഉപകരണം ഉപയോഗിച്ച് നടത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ പത്രക്കാരും അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കളും ഈ ഒരു സൗകര്യം ജനങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് എന്നുള്ളൊരു വിവരം നിങ്ങളുടേതായ തലത്തിലും കൂടുതൽ അറിയിക്കുവാനായിട്ട് കഴിഞ്ഞാൽ അർബുദം എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ മഹാമാരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ നമ്മുടെ മേഖലയിൽ ഒരു നിർണായകമായ പങ്ക് വഹിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയും. CCV ന്യൂസ്, ചേലക്കര.